കേരളത്തിൽ 4-5 ലോക്സഭാ സീറ്റിൽ ബി.ജെ.പി. വിജയിക്കുമെന്ന പ്രതീക്ഷ പങ്കുവച്ച് മെട്രോമാൻ ഇ. ശ്രീധരൻ. തൃശൂരിലും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ആലപ്പുഴയിലും വിജയം ഉറപ്പാണ്. തൃശൂരിൽ സുരേഷ് ഗോപി മികച്ച വിജയം നേടുമെന്ന് ശ്രീധരൻ പറഞ്ഞു. തനിക്ക് 94 വയസ്സ് കഴിഞ്ഞു. സജീവ രാഷ്ട്രീയത്തിലേക്കില്ല. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നാലും മത്സരിക്കില്ലെന്നും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ മുൻ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീധരൻ വിശദീകരിച്ചു. എങ്ങനെ പോയാലും 4-5 സീറ്റിൽ ജയിക്കും. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം 100% ഉറപ്പാണ്. പത്തനംതിട്ടയിൽ നല്ല സാധ്യതയുണ്ട്. എന്നാൽ അത് തൃശൂരിനോളം വരില്ല. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയത്തിൽ നല്ല പ്രതീക്ഷയുണ്ട്. ആറ്റിങ്ങലിൽ മുരളീധരനും ജയിക്കും. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും ജയിക്കുമെന്ന് ശ്രീധരൻ പറയുന്നു. തൃശൂരിലും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ആലപ്പുഴയിലും ഉറപ്പായ വിജയങ്ങൾ ഉണ്ടാകുമെന്നാണ് ബി.ജെ.പിയുടെ പാലക്കാട്ടെ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയായ ശ്രീധരന്റെ വിലയിരുത്തൽ. വയസ്സായതുകൊണ്ട് ഇനി സജീവ രാഷ്ട്രീയത്തിലേക്കില്ല. എല്ലാ ഉപദേശവും നൽകും. കേരളയിൽ ഒരിക്കലും നടക്കില്ല. അത് എന്തുകൊണ്ടാണ് ഇവിടെയുള്ളവർക്ക് മനസ്സിലാകാത്തത് എന്ന് അറിയില്ലെന്നും ശ്രീധരൻ പറഞ്ഞു. കേരളയിൽ നടപ്പിലാക്കിയാൽ അത് വലിയൊരു പാരിസ്ഥിതിക ദുരന്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പൗരത്വ ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുന്നുവെന്നും മുസ്ലിങ്ങളെ ബില്ലിൽ നിന്ന് ഒഴിവാക്കിയത് ശരിയായ നടപടിയാണെന്നും ശ്രീധരൻ പറഞ്ഞു. പൗരത്വ ഭേദഗതി മുസ്ലിങ്ങളെ മാത്രം ഒഴിച്ചു നിർത്തി അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കുന്ന നടപടിയാണ്. ഭരണഘടനാ പ്രകാരം അത് ശരിയാണോ എന്നതിനും ശ്രീധരൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ശരിയാണ്, കാരണം CAA ഒരു വിഭാഗക്കാർക്ക് കൊടുക്കുന്നു എന്നത് ശരി തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അവർ അന്യരാജ്യങ്ങളിൽ നിന്ന് വന്ന് അവിടുത്തെ ന്യൂനപക്ഷക്കാരാണ്. മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ് അധികവും. അവർ ഇവിടെ വരാനുള്ള കാരണം എന്താണ്? അവർക്ക് അവിടെ നിൽക്കാൻ നിവർത്തിയില്ല. അതാണ് അവർ ഓടി വന്നേ. 10-15 കൊല്ലം മുമ്പ് വന്ന ആൾക്കാരാണ്. അവർക്ക് പൗരത്വം കൊടുത്തില്ലെങ്കിൽ പിന്നെ ഏത് രാജ്യമാണ് കൊടുക്കുക? നമുക്ക് മുസ്ലിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഇഷ്ടപ്രകാരം പോയി താമസിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് സകല സൗകര്യങ്ങളും അവിടെയുണ്ട്. അവരെ ആരും ഓടിക്കുന്നില്ല. ഇ. ശ്രീധരൻ പറഞ്ഞു. പ്രായം കാരണമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതെന്ന് അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. അവർ അഭ്യർത്ഥിച്ചാലും മത്സരിക്കാനില്ല. വയസ്സ് 94 ഈ സമയത്ത് ജയിച്ചാൽ തന്നെ ജനങ്ങൾക്ക് എന്തുപകാരം ചെയ്യാൻ സാധിക്കും? അതുകൊണ്ട് അതിനുള്ള ആഗ്രഹമേയില്ല, ശ്രീധരൻ വ്യക്തമാക്കി.